കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനമായ 25-ന് മതനിരപേക്ഷ ഇന്ത്യയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സും നടത്തും. വൈകുന്നേരം 3-ന് നിലമ്പൂർ കോട്ടപ്പടിയിൽ തയ്യാറാക്കിയ പ്രത്യേക വേദിയിൽ ദേശീയ സെമിനാർ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. എം.പി. അബ്ദുസമദ് സമദാനി, യു.ഡി.എഫ് കൺവീനർ എം.എം. ഹസൻ, കെ.സി. ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം 5-ന് ഓർമ്മയിൽ ആര്യാടൻ സ്മൃതി സദസ്സ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്യും. ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണം കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ എം.പി. നിർവഹിക്കും. ആര്യാടൻ ഫൗണ്ടേഷന്റെ മികച്ച പൊതുപ്രവർത്തകനുള്ള ആര്യാടൻ പുരസ്കാരം കെ.സി. വേണുഗോപാലൻ എം.പിക്ക് സിദ്ധരാമയ്യ സമ്മാനിക്കും. പ്രത്യേകം തയ്യാറാക്കിയ ശില്പവും പ്രശസ്തിപത്രവും 1 ലക്ഷം രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. കൽപ്പറ്റ നാരായണൻ, പി. സുരേന്ദ്രൻ, കെ.സി. ജോസഫ് എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് കെ.സി. വേണുഗോപാലനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ആര്യാടൻ മുഹമ്മദിന്റെ നിയമസഭയിലെ ബജറ്റ് ചർച്ചകളിലെ പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തിയ ബജറ്റ് ചർച്ചകളുടെ നാൾവഴികൾ പുസ്തകം, ആര്യാടനെക്കുറിച്ച് പ്രമുഖർ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഓർമ്മയിൽ ആര്യാടൻ സ്മരണിക, ആര്യാടന്റെ ജീവിതയാത്രാ ഡോക്യുമെന്ററി, ആര്യാടനെക്കുറിച്ച് മകൻ ആര്യാടൻ ഷൗക്കത്ത് എഴുതിയ ഞങ്ങളുടെ കുഞ്ഞാക്ക, നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം എന്നിവ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. അനുസ്മരണത്തിന്റെ ഭാഗമായി ആര്യാടൻ മുഹമ്മദിന്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങൾ പകർത്തിയ ഫോട്ടോ പ്രദർശനം 24-ന് വൈകുന്നേരം 5-ന് നിലമ്പൂർ കോടതിപ്പടിയിൽ ആരംഭിക്കും. വാർത്താസമ്മേളനത്തിൽ ആര്യാടൻ മുഹമ്മദ് അനുസ്മരണ സമിതി ചെയർമാൻ വി.എം. കരീം, കൺവീനർ എ. ഗോപിനാഥ്, പാലോളി മെഹബൂബ്, ബാബു തോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.